MICR. MICR full form is Magnetic Ink Character Recognition. MICR is the interpretation by a computer of a line of characters written in a special magnetic ink. We also can read these characters. MICR എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു നിരയാണ്. അത് എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മാഗ്നറ്റിക് ഇങ്ക് കൊണ്ടാണ്. ഈ കമ്പ്യൂട്ടറിലെ ക്യാരക്ടർ കൊണ്ടുള്ള നിരയെ നമുക്കും മനുഷ്യർക്കും വായിക്കാനായിട്ട് പറ്റും. ഫോർ ഇൻസ്റ്റൻസ്, വി ഫൈൻഡ് എ ലൈൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് സം ഓഡ് ഷേപ്പ് ക്യാരക്ടേഴ്സ് ഓൺ ദി ബോട്ടം ഓഫ് ബാങ്ക് ചെക്സ്. നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് ബാങ്ക് ചെക്കിൻ്റെ താഴെ ഭാഗത്തായിരിക്കും. അത് നമുക്ക് നമ്പേഴ്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓഡ് ഷേപ്ഡ് ക്യാരക്ടേഴ്സിൻ്റെ രീതിയിലും കാണപ്പെടും. ദീസ് മാഗ്നറ്റിക് ഇങ്ക് characters are bank processing symbols representing the check number, customer account number and bank identification number. ഇത് വരുന്നത് ചെക്ക് നമ്പറായിട്ടും കസ്റ്റമർ അക്കൗണ്ട് നമ്പറായിട്ടും അതുപോലെ തന്നെ ബാങ്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറായിട്ടായിരിക്കും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് ഈ പറയുന്ന MICR. ഈ താഴത്ത് കാണുന്നത് ചെക്ക് നമ്പർ അതുപോലെ തന്നെ റൗട്ടിംഗ് നമ്പർ, അക്കൗണ്ട് നമ്പർ എഴുതിയിട്ടുണ്ടോ? ഇതാണ് MICR ലൈൻ. സ്പെഷ്യൽ ഫോണ്ട് ഈസ് യൂസ്ഡ് ഫോർ ദീസ് ക്യാരക്ടേഴ്സ് ആസ് ഡിസൈഡഡ് ബൈ അമേരിക്കൻ ബാങ്ക് അസോസിയേഷൻ. ഈ സ്പെഷ്യൽ ഫോണ്ട് കണ്ടുപിടിച്ചതും യൂസ് ചെയ്തതും അമേരിക്കൻ ബാങ്ക് അസോസിയേഷനാണ്. When the bank receives the check, the amount of the check is also printed in magnetic ink. എപ്പോഴാണോ ബാങ്ക് റിസീവ് ചെയ്യുന്നത് ഈ ചെക്ക്, അപ്പോൾ the amount of the check is also printed in magnetic ink. ഈ സ്പെഷ്യൽ മാഗ്നറ്റിക് ഇങ്കിൽ ആ ചെക്കിൽ പതിഞ്ഞ എമൗണ്ടും പ്രിൻ്റ് ആകപ്പെടും. These checks are sent through a MICR reader to interpret the information. ഈ ചെക്ക് MICR റീഡറിലൂടെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഇതാണ് MICR റീഡർ. നെക്സ്റ്റ്, ദിസ് മെത്തേഡ് ബിസൈഡ്സ് സേവിങ് ടൈം എൻഷുവേഴ്സ് ആക്യുറസി ഓഫ് ഡാറ്റ എൻട്രി. ഈ മെത്തേഡ് MICR എന്ന് പറയുന്ന മെത്തേഡ് ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റ എൻട്രിയുടെ വേഗത കൂട്ടാനും സഹായിക്കുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ചെക്സ് മേ ബി റഫ്ലി ഹാൻഡിൽഡ്, ഫോൾഡഡ്, ബട്ട് ദേ ക്യാൻ സ്റ്റിൽ ബി റീഡ് വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. ചെക്ക് നമുക്ക് റഫ്ലി വെറുതെ കയ്യിൽ പിടിക്കാനും അത് മടക്കാനും അതുപോലെ തന്നെ എന്നാൽ പോലും പക്ഷേ അത് നമുക്ക് ഹൈ ഡിഗ്രി ആക്യുറസിയിൽ തന്നെ വായിക്കാൻ പറ്റുന്നതാണ്. പ്രോസസ്സിംഗ് സ്പീഡ് ഈസ് ഹൈ ബിക്കോസ് ചെക്സ് ക്യാൻ ബി ഫെഡ് ഡയറക്ട്ലി ഇൻ ടു ദ ഇൻപുട്ട് ഡിവൈസ്. ഇതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് വളരെ കൂടുതലാണ്, കാരണം ചെക്സ് ഇത് ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ഡിവൈസിലേക്ക് പോകുന്നത് കൊണ്ട് പീപ്പിൾ ക്യാൻ ഈസിലി റീഡ് ദി മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടേഴ്സ്. മനുഷ്യർക്ക് പെട്ടെന്ന് തന്നെ ഈ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടേഴ്സ് വായിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രധാന ലിമിറ്റേഷൻ, ദി മെയിൻ ലിമിറ്റേഷൻ ഓഫ് MICR ഈസ് ദാറ്റ് ഓൺലി ദ 10 digits and 4 special characters needed for bank processing are used. No alphabetic characters are available. ഇതിൻ്റെ പ്രധാന ലിമിറ്റേഷൻ, MICRൻ്റെ പ്രധാന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൽ ആകെ 10 ഡിജിറ്റും അതുപോലെ തന്നെ 4 സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാനാകുകയുള്ളൂ, ബാങ്കിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂ. ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് അവൈലബിൾ അല്ലാതാനും. ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ ദി നമ്പർ 127 ഈസ് പ്രിൻറ്റഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. A magnetic ink character reader reads these characters by examining their shapes using a 7x10 matrix, 7 columns and 10 rows. It determines the character
from the response of the segments of the matrix to the magnetic head. This information is transmitted to the system. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിന് 7 കോളവും 10 റോയുമാണുള്ളത്. ഇത് എഴുതപ്പെടുന്നത് കോളത്തിൻ്റെ എൻഡ് ഓഫ് ദി കോളം സൈഡിലാണ് ഇത് കാണിക്കുന്നത്. ഇതുപോലെ 1, 2, 7 എല്ലാം എൻഡിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ.